ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2 നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിന്റെ ടോപ്പിക് എഡ്യൂക്കേഷൻ എ പർപ്പസീവ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ് അല്ലെ. ഒരിക്കലും തീരുന്നില്ല പ്രോസസ്സ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പഠിക്കാം അല്ലെ. ഇന്ന പ്രായപരിധി ഒന്നും ഇല്ല. നമുക്ക് മരിക്കോളം നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. ഇന്ന സമയമോ ഇന്ന കാലമോ ഇന്ന പ്രായമോ ഒന്നും ഡിറ്റർമിൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ എന്നൊരു പർപ്പസ് നിർത്താനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും ഇല്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം. അൺടിൽ നമ്മുടെ ഡെത്ത് വരെ നമുക്ക് പഠിക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ലെങ്കിൽ ഒരു പർപ്പസീവ് പ്രോസസ് ആണെന്ന് പറയുന്നത്. ചിലവർക്ക് പഠിക്കുന്നതുകൊണ്ട് വല്ല ലക്ഷ്യങ്ങളുണ്ട്. പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അറിവ് കിട്ടാൻ വേണ്ടി, ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, അവരുടെ പ്രൊമോഷന്റെ പേർപ്പസിന് വേണ്ടി, അങ്ങനെ പല പേർപ്പസിന് വേണ്ടി പലരും പഠിക്കുന്നുണ്ട്. ചിലവര് എന്താ പറയുന്നത്, നമുക്കൊരു ഡിഗ്രി അതൊരു ക്രെഡിബിലിറ്റി ആണ് അല്ലെ, അങ്ങനെ ഒരു പേർപ്പസിന് വേണ്ടി പഠിക്കുന്നുണ്ട്. അങ്ങനെ പല ഉദ്ദേശം അല്ലെങ്കിൽ പല എയിമാണ് എഡ്യൂക്കേഷന്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആഗ്രഹിച്ച പോലെ ഏത് കോഴ്സും പഠിക്കാനുള്ള ഒരു സർക്കംസ്റ്റൻസസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരാളുടെ ഇഷ്ടം അനുസരിച്ച് ആ ഒരു പേർപ്പസ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ്സ് എയിം ഓഫ് എഡ്യൂക്കേഷൻ, സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ, ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് ഇതെല്ലാം എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആവുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് പേർപ്പസ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ ഒരു ലക്ഷ്യസ്ഥാനത്തിൽ എത്താം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒബ്ജക്റ്റീവ്, ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ നമ്മൾ പല പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടി പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊമോഷന് വേണ്ടി പഠിക്കാം, അറിവ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഠിക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ പല പേർപ്പസിന് വേണ്ടി നമുക്ക് പഠിക്കാം. പിന്നെ എത്ര നാൾ വേണമെങ്കിലും പഠിക്കാം. ഒരു പ്രായപരിധി ഇല്ലാതെ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം. പിന്നെ ഒരു ഇൻഡിവിജ്വലും സോഷ്യൽ എയിമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ ആസ് ആൻ ഇൻഡിവിജ്വൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ സോഷ്യൽ എയിമിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്താണ്? അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ റോൾ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസം പൊളിറ്റിക്കൽ സെക്ടറിൽ അല്ലെങ്കിൽ കൾച്ചർ പരമായിട്ട് അല്ലെങ്കിൽ എക്കോണമിക് ഡെവലപ്മെന്റിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് പൊളിറ്റിക്കലി, കൾച്ചറലി, എക്കണോമിക്കലി എന്തൊക്കെ മാറ്റങ്ങളാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഈ യൂണിറ്റിൽ ഇന്ന കാര്യങ്ങളാണ് കവർ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെയാണ്. എഡ്യൂക്കേഷൻ ആസ് എ പർപ്പസീവ് പ്രോസസ് അല്ലെ, ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് ആണ് അല്ലെ. പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പല തരമാണ് പേർപ്പസ് വരുന്നത്. ഓക്കെ, എന്താണ് പലതരം പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആസ് എ ഇൻഡിവിജ്വൽ നമുക്ക് അറിവ് കിട്ടാൻ വേണ്ടി നമുക്ക് പഠിക്കാം, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി പഠിക്കാം അല്ലെ, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പഠിക്കാം. അപ്പം എഡ്യൂക്കേഷൻ എന്നൊരു പറഞ്ഞ പ്രോസസ്സ് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്ന പ്രോസസ്സാണ് അല്ലെ. വിദ്യാഭ്യാസം ജനനം മുതൽ മരണം വരെ നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് സ്കൂളിൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ് അല്ല അല്ലെ. സമൂഹത്തിലൂടെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തുടർച്ചയായ ഒരു പ്രക്രിയയാണ് അവിടെ. അത് ആസ് ആൻ ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് ആ പഠിക്കുന്നതിന്റെ പേർപ്പസ് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ എഡ്യൂക്കേഷൻ ആസ് ആൻ ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പേർപ്പസ് അല്ലെങ്കിൽ എന്തൊക്കെ ഗെയിൻ ആണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് ലൈഫിൽ? നമുക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അല്ലെ? ജോലിയും അല്ലെങ്കിൽ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോമിലോട്ടായിരിക്കും നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ ഒത്തിരി ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആസ് ആൻ ഹ്യൂമൻ ആക്ടിവിറ്റി നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിക്കുന്നുണ്ട് അല്ലെ. വ്യക്തിപരമായ വികസനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട് നമുക്ക് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ലക്ഷ്യങ്ങളെല്ലാം നമുക്ക് സാധിക്കണം അല്ലെ. ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എഡ്യൂക്കേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് അല്ലെ.
നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പഠനം, ജോലി, സാമൂഹിക പ്രവർത്തനങ്ങള്, അല്ലെ? പിന്നെ നമുക്കൊരു ട്രാവൽ ചെയ്യണമെങ്കിലോ ആ പെർട്ടിക്കുലർ രാജ്യത്തിനെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ്, അല്ലെ? വ്യക്തിപരമായ വളർച്ച ഉണ്ടാവുന്നു, സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എപ്പോഴും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി പ്രോസസ്സാണ്. ഇനി നമുക്ക് ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ നോക്കാം. എന്തൊക്കെയാണ് എഡ്യൂക്കേഷന്റെ ഫോംസ് എന്ന് നോക്കാം. ഫോർമൽ, ഇൻഫോർമൽ ആൻഡ് നോൺ ഫോർമൽ ഫോംസ് ഉണ്ട്. ഇതിനാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷന്റെ ഫോംസിന്. നമുക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയാണ്, അല്ലെ? എന്താണ് ഈ ഫോംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഫോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഒരു സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസമാണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഇതൊരു നിശ്ചിത സിലബസ്, ടൈം ടേബിൾ ഉണ്ടാവും, അധ്യാപകരുണ്ടാകും, അതായത് പരിശീലനം കൊടുക്കുന്നു, സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നു, അല്ലെ? നമ്മളൊരു ഡിഗ്രി, PG കംപ്ലീറ്റ് ചെയ്യുന്നു, സ്കൂളിൽ പോയി, കോളേജിൽ പോയി ആ സിലബസ് പഠിച്ച് പരീക്ഷ എഴുതി നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ തികച്ചും എന്താ പറയുന്നത്, നമ്മുടെ വ്യക്തിപരമായ ഒരു ഇതാണ്, അനൗപചാരികമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അല്ലെ? അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് നമ്മുടെ സ്വഭാവ രൂപീകരണം, അല്ലെ? കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ഇത് പഠിക്കുന്നത്, സുഹൃത്തുക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്ന്, നമ്മുടെ അനുഭവത്തിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, അല്ലെ? ഇവിടെ സിലബസ് ഇല്ല, പരീക്ഷ ഇല്ല, സർട്ടിഫിക്കറ്റ് ഇല്ല. നമ്മൾ പെരുമാറാൻ പഠിക്കുന്നത്, നമ്മുടെ സംസ്കാര മൂല്യങ്ങള്, ഇതൊക്കെയാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷനിൽ വരുന്നത്, അല്ലെ? നോൺ ഫോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്കൂളിന് പുറത്തും അല്ലെങ്കിൽ വീടിനകത്തും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അല്ല. ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ എന്താണ്, ഇത് വ്യക്തമായ ഒരു ലക്ഷ്യം ഉള്ളൊരു പ്രോസസ്സാണ്, അല്ലെ? നമ്മൾ പ്രായപൂർത്തിയായവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലന കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സ് കൊടുക്കുന്നു, സാക്ഷരതാ പരിപാടികൾ, ഇതൊക്കെയാണ് നോൺ ഫോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പം പ്രായമായവര് വീട്ടിലിരിക്കുകയാണ്, അവർക്ക് അവരുടെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സാക്ഷരത ഫുൾഫിൽ ചെയ്യാനായിട്ട് വന്ന് ക്ലാസ് കൊടുക്കുന്നു. പിന്നെ ഓൺലൈൻ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫോൺ യൂസ് ചെയ്യുന്നത്, ഒരു ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നത്, ഇന്നത്തെ ഓൺലൈൻ ടെക്നിക്ക് എന്തൊക്കെയാണ്, ഇങ്ങനെ നമ്മൾ പല മേഖലകളിൽ പല ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്, അല്ലെ? ഡിജിറ്റൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സർവീസ് പോലെ ഓരോ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് കൊടുക്കുന്നത്, അല്ലെ? ഇപ്പൊ കുടുംബശ്രീ പോലെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഡിജിറ്റൽ യൂട്ടിലൈസേഷൻ, അതായത് എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഡിജിറ്റൽ ബാങ്കിങ് എങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്, അല്ലെ? അതൊക്കെയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് 3 ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് ഇന്ന് സൊസൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യം. ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുവാണ്, നീ കൂടുതൽ ഫിലോസഫി പറയരുത്. എന്താണ് ഫിലോസഫി, അല്ലെ? എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാ. ഇത് ഫിലോസഫി ആയിട്ട് സംസാരിക്കുന്ന, ഫിലോസഫി പറയലെന്നൊക്കെ പറയത്തില്ലേ? വാട്ട് ഇസ് ഫിലോസഫി? വിദ്യാഭ്യാസം തത്വശാസ്ത്രമാണ്, അല്ലെ? വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം, ലക്ഷ്യം, മൂല്യങ്ങള്, മാർഗങ്ങള് എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ഒരു വിഭാഗമാണ് ഫിലോസഫി എന്ന് പറയുന്നത്. മനുഷ്യൻ എങ്ങനെ രൂപപ്പെടുത്തണം, എന്ത് പഠിക്കണം, എന്തിന് പഠിക്കണം, അല്ലെ? ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ തരുന്നതാണ് ഒരു ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഒരു സമൂഹത്തിന്റെ സംസ്കാരം, വിശ്വാസങ്ങള്, ജീവിത വീക്ഷണം, ഇതൊക്കെ പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ. അതായത് വിദ്യാഭ്യാസം ഓരോ വ്യക്തികളുടെ ഭൗതിക മാനസികമായിട്ട് വളരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെ? അതിൽ വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെ രൂപപ്പെടുത്തണം, എന്തിനാണ് ഈ ഒരു എഡ്യൂക്കേഷൻ വേണ്ടത് നമുക്ക് സൊസൈറ്റിയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അതായത് വിദ്യാഭ്യാസത്തിന്റെ ഒരു തത്വശാസ്ത്രം, അതിന്റെ അർത്ഥം, ലക്ഷ്യം, മൂല്യങ്ങൾ എന്നിവയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ശാഖയാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ. അല്ലെ? ഇവിടെ മനുഷ്യനെ എങ്ങനെ വളർത്താം, എന്ത് പഠിപ്പിക്കണം, എന്തിനാണ് പഠിക്കുന്നത്, എങ്ങനെ ചിന്തിക്കണം, വിദ്യാഭ്യാസത്തിൽ കൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം, ഇത് സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസം യൂട്ടിലൈസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിൽ പറഞ്ഞു പോകുന്നത്. അപ്പം ഈ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ അടിസ്ഥാനപരമാക്കിയിട്ടാണ് നമ്മുടെ സിലബസുകൾ രൂപീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ രൂപപ്പെടുന്നത്, എങ്ങനെ ഒരു കരിക്കുലം ഫ്രെയിം ചെയ്യുന്നത്, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നത് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എങ്ങനെ സമൂഹത്തിൽ പ്രയോജനപ്പെടുത്താം, അല്ലെ? എങ്ങനെ ആ ഒരു എഡ്യൂക്കേഷന്റെ പ്രോസസ്സ് എക്കണോമിക് ഗ്രോത്തിലോട്ട് നമുക്ക് കൊണ്ടുവരാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വഴികാട്ടി തരുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്
ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹെർബർട്ട് സ്പെൻസ്റ്റർ എന്ന് പറയുന്ന ഒരാള് ഇതിനെക്കുറിച്ച് ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് എഡ്യൂക്കേഷൻ ഇസ് ഓഫ് മോസ്റ്റ് വർത്ത്, എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പം ഫിലോസഫിക്കൽ നോളജ് എഡ്യൂക്കേഷനെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിബേറ്റ് പേർപ്പസ് ആണ്, അല്ലെ? മാൻ വെർസസ് സൊസൈറ്റി എന്നൊരു ഡിബേറ്റ് പ്രോസസ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ പഠിച്ചുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം, അല്ലെ? നമ്മൾ പഠിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ? സൊസൈറ്റി വളരുന്നുണ്ടോ? സൊസൈറ്റിക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. അപ്പം നമ്മൾ പഠിക്കുന്നതുകൊണ്ട് സൊസൈറ്റിക്ക് ഉറപ്പായിട്ടും പ്രയോജനം വന്നാൽ മാത്രമേ ആ എഡ്യൂക്കേഷൻ ഒരു ഫുൾഫിൽ ആവുന്ന ഒരു പ്രോസസ്സിലോട്ട് എത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ നമുക്ക് എപ്പോഴും തരുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആവാൻ പറ്റും, അല്ലെ? നമുക്കൊരു അച്ചടക്കം ഉണ്ടാവും ജീവിതത്തിൽ. ഇന്ന സമയത്ത് എഴുന്നേൽക്കുന്നു, നമ്മളെ ബുക്സ് വായിക്കുന്നു, പഠിക്കുന്നു, ജോലിക്ക് പോകുന്നു, നമ്മുടെ ജോലി ചെയ്യുന്നു, സാലറി ഏൺ ചെയ്യുന്നു, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, നമുക്ക് പേഴ്സണലിയും എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, അല്ലെ? പിന്നെ നമ്മൾ പലവരെയും മാതൃകയാക്കി ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ പോലെ വളരാനായിട്ട് നമുക്ക് ശ്രമിക്കുന്നു. നമ്മുടേതായ പുതിയ കോൺട്രിബ്യൂഷൻസ് നമുക്ക് സ്കൂളിലും കോളേജിലും ഒരു ജോലി സ്ഥലത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. ഇതെല്ലാം, ഈ എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യം എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അപ്പം എഡ്യൂക്കേഷന്റെ പുതിയ മെത്തേഡുകളും മേഖലകളും വരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെൽഫ് റിയലൈസ് ചെയ്ത് നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും. ആ പർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കും. നമുക്കൊരു 2-3 ഡെഫിനേഷൻസ് നമുക്ക് നോക്കി പോകാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ്. എന്തിനാണ് എഡ്യൂക്കേഷൻ? ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. ആർ.എൻ. ടാഗോർ പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫൈൻഡിങ് അൾട്ടിമേറ്റ് ട്രൂത്ത് ആൻഡ് ഇന്നർ ലൈറ്റ്, അല്ലെ? നമ്മുടെ ഉള്ളിലെ അറിവ് തിരിച്ചറിയുന്ന ഒരു പ്രോസസ്സിനെയാണ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. എം.കെ. ഗാന്ധി പറയുന്ന ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, അല്ലെ? നമ്മളെ മൊത്തത്തിൽ ഒരു റിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്ത് നമ്മൾ എന്താണെന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ, അല്ലെ? നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ കഴിവ് എന്തിലാണ്. ശാസ്ത്രത്തിലാണോ, ഗണിതത്തിലാണോ, അല്ലെ? അല്ലെങ്കിൽ കൊമേഴ്സിലാണോ, മാനേജ്മെന്റിലാണോ, എവിടെയാണ് നമ്മുടെ അറിവെന്ന് നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ പഠിച്ചു തുടങ്ങുമ്പോൾ മൊത്തത്തിൽ നമുക്ക് നമ്മുടെ മൈൻഡും ബോഡിയും എല്ലാം നമ്മുടെ ഒരു ഇഷ്ടത്തിലോട്ടോ അറിവിലോട്ടോ എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്നാണ് എം.കെ. ഗാന്ധി പറയുന്നത്. ഓക്കെ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2000 നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? പുതിയൊരു ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിലബസിനൊക്കെ വഴിതെളിയിച്ച ഒരു പ്രോസസ്സാണ് നാഷണൽ കരിക്കുലം 2000 എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്ന ഒരു പ്രോസസ്സ് NCERT ആണ്, അല്ലെ? NCERT ഒരു ചേഞ്ച് കൊണ്ടുവരുവാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. NCERT തയ്യാറാക്കിയ ഒരു പ്രധാന വിദ്യാഭ്യാസ രേഖയാണിത്. അതായത് NCF, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സ്കൂളുകളിലെ വിദ്യാഭ്യാസത്തിന്റെ ദിശയും മാർഗവും നൽകുന്നത് ഇതിന്റെ ലക്ഷ്യം. അതായത് ഒരു വിദ്യാർത്ഥി കേന്ദ്രത അല്ലെങ്കിൽ സ്റ്റുഡന്റ് സെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ലേണർ സെൻട്രിക് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നു, അല്ലെ? കുട്ടികളുടെ സമഗ്ര വികസനം, അവരുടെ ഭൗതിക, ശാസ്ത്രീയ, മാനസികമായ വികസനത്തിന് വേണ്ടി ഒരു സിലബസ് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുവാണ്. ഇവിടെ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? കുട്ടികളുടെ വളർച്ച, അവരുടെ ഓരോ കഴിവുകളും തിരിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെ അവരെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അനുസരിച്ചാണ് ഇവിടെ സിലബസ് ഫ്രെയിം ചെയ്യുന്നത്, അല്ലെ? ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ മെയിൻ എയിം ഓഫ് ദ സിലബസ് എന്ന് പറയുന്നത് കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസം, സമഗ്രമായ വ്യക്തിത്വ വികസനം, പഠനഭാരം കുറയ്ക്കാനായിട്ട്, പിന്നെ അവരുടെ പഠനം, അതായത് എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഡെവലപ്മെന്റ്സ്, പിന്നെ മൂല്യവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, ജീവിതവുമായി ബന്ധപ്പെട്ട പഠനം, പിന്നെ എങ്ങനെയൊക്കെ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ്? ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ കുട്ടികളിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഇന്ററാക്ഷൻ, അല്ലെ? അതൊത്തിരി ഡെവലപ്പ് ആയ ഒരു പ്രോസസ്സാണ്. അപ്പം മെയിൻ ആയിട്ടും ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റിഫോം കുട്ടികളെ കേന്ദ്രീകരിച്ച് അവരുടെ ലേണിംഗ് എബിലിറ്റി കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചാണ്, അവരുടെ സ്വഭാവ രൂപീകരണം, അല്ലെ? അവരുടെ സംസാരിക്കാനുള്ള കഴിവ്, വായിക്കാനുള്ള കഴിവ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു സിലബസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആയിരുന്നു. പിന്നെ അവരുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി കൂട്ടാൻ വേണ്ടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നു, പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കുന്നു, അബാക്കസ് പോലുള്ള കോഴ്സുകൾ സ്കൂളുകളിൽ കൊണ്ടുവരുന്നു, അല്ലെ? പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടാൻ വേണ്ടി ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡിബേറ്റുകൾ കൊടുക്കുന്നു കുട്ടികൾക്ക്. പിന്നെ ക്വിസ് കോമ്പറ്റീഷനുകൾ സംഘടിപ്പിക്കുന്നു സ്റ്റേറ്റ് ലെവലുകളിലും നാഷണൽ ലെവലുകളിലും.
സയൻസ് എക്സിബിഷനുകൾ സംഘടിപ്പിക്കുന്നു, അവരുടെ അറിവുകളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ വികസിപ്പിക്കാൻ വേണ്ടി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ അവരുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നേച്ചറിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൃഷി സംബന്ധമായ കാര്യങ്ങളും വിത്ത് വിതരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്കൂളിൽ തന്നെ കാർഷികപരമായിട്ടുള്ള അവരുടെ കഴിവുകളെ വളർത്താൻ നോക്കുന്നു. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നോളജ് കൊണ്ട് ഫ്രീഡം ഫൈറ്റേഴ്സ്, സോഷ്യൽ വർക്കേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു അല്ലെ. പിന്നെ വേദങ്ങളും നമ്മള് നേരത്തെ തൊട്ട് വായിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതായ വേദങ്ങളും അറിവുകളും എന്തൊക്കെയാണെന്ന് അത് പഠിപ്പിക്കുന്ന ഒരു കരിക്കുലമായി മാറി. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, അതായത് നിർബന്ധപരമായിട്ടും ആഴ്ചയിൽ ഒരു അവറെങ്കിലും കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, ഫിസിക്കൽ ഫിറ്റ്നസിന് ഹെൽത്തിന് വേണ്ടി അല്ലെ, ഒരു ഡ്രിൽ പീരീഡ് പോലെ അവർക്ക് കായികപരമായിട്ട് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയും ഓടാനും ചാടാനും ഒക്കെയുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കലി അവരൊന്ന് സ്ട്രോങ് ആവാൻ വേണ്ടി, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ്, ഇപ്പൊ എഴുതാനാണോ കഴിവ്, അത് വായിക്കാനാണോ കഴിവ്, അത് അങ്ങനെയുള്ള കഴിവുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഓൺട്രപ്രണറിനുള്ള കഴിവ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ബിസിനസ് പരമായ ഐഡിയകൾ, ചിന്തകൾ, അത് പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു റിഫോം ആയിരുന്നു ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഈ ഒരു കരിക്കുലം ഒത്തിരി മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ഡെവലപ്മെന്റ്സ് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് അവരൊരു പ്രാക്ടിക്കൽ നോളജിലോട്ട് എത്തിക്കാൻ പറ്റിയൊരു കരിക്കുലം ആയിരുന്നു ഈ ഒരു പ്രോസസ്സ് അല്ലെ. ഈ ഒരു പ്രോസസ്സ് വിദ്യാഭ്യാസത്തിന് കൊണ്ടുവന്ന വലിയൊരു മാറ്റമാണ് അല്ലെ. ഒരാൾ സ്വയം പ്രാപ്തരാകുക, തൊഴിൽ നേടാനായിട്ട് തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരുന്നത്. അതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രധാന ലക്ഷ്യവും അല്ലെ. നല്ല പൗരനായി സമൂഹത്തിൽ ഉത്തരവാദിത്തത്തോടെ ജീവിക്കാൻ മനുഷ്യനെ തയ്യാറാക്കുന്ന ഒരു വിദ്യാഭ്യാസ ലക്ഷ്യം ആണ് ഈ ഒരു പ്രോസസ്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അടുത്ത എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എന്തിനു നമ്മൾ പഠിക്കുന്നു, നമ്മൾ പഠിക്കുന്ന എന്തിനാണ്, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഗോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഡിഫറെന്റ് ആണ് അല്ലെ. നമ്മുടെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിപരമായ താല്പര്യം അനുസരിച്ച് നമ്മുടെ ഗോൾ ഡിഫർ ആവും. ഒരു ഡോക്ടറിന്റെ ഗോൾ എന്താ, മെഡിസിൻ പഠിക്കുന്നു, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക അല്ലെ. പിന്നെ ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലിക്കാരുടെ ഗോൾ എന്തായിരിക്കും, എഡ്യൂക്കേഷൻ പഠിക്കുന്നതിനുള്ള പേർപ്പസ് അറിവ് കിട്ടുന്നതിന്റെ ഒപ്പം പ്രൊമോഷൻ പേർപ്പസിന് വേണ്ടിയായിരിക്കും പഠിക്കുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിനനുസരിച്ച്, ഇഷ്ടങ്ങളനുസരിച്ച് എഡ്യൂക്കേഷന്റെ പേർപ്പസ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഈ ഡിബേറ്റ് ഓൺ എയിംസ് അല്ലെങ്കിൽ ഗോൾസിൽ രണ്ട് അഭിപ്രായമുണ്ട് എയിംസിനെ കുറിച്ച് പറയുമ്പോൾ. അതായത് പല എഡ്യൂക്കേഷണലിസ്റ്റും ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ട് അവരുടേതായ ഒരു നിഗമനത്തിൽ വന്നിട്ടുണ്ട്. ഈ സയന്റിസ്റ്റുകൾ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന പോലെ എഡ്യൂക്കേഷണലിസ്റ്റുകൾ ഈ എയിംസിനെ കുറിച്ച്, ലക്ഷ്യങ്ങളെ കുറിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തി രണ്ട് തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിലോട്ട് വന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ എയിമും സോഷ്യൽ എയിമും. അതായത് ഇൻഡിവിജ്വൽ എയിമില് പേഴ്സണൽ ആസ്പിറേഷൻസ്, നമ്മുടെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായ താല്പര്യം അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള താല്പര്യങ്ങൾ മാറും. ചിലവര് സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ ആസ്പിറേഷന് വേണ്ടി പഠിക്കും. ഈ MSW പോലുള്ള കോഴ്സുകളില്ല, അതായത് സോഷ്യൽ വർക്കിന് വേണ്ടി, സൊസൈറ്റിക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ വേണ്ടി അങ്ങനെ പഠിക്കുന്നവരുണ്ട്. അപ്പൊ സൊസൈറ്റിക്ക് വേണ്ടി, പിന്നെ ഈ എൻവയോൺമെന്റലിസ്റ്റ്, ഈ എൻവയോൺമെന്റ് പരമായി പ്രകൃതിപരമായ മാറ്റങ്ങൾ വരുത്താനുള്ള, ഇതൊക്കെ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള പഠനങ്ങളാണ്. അപ്പൊ ഡിഫറൻസ് അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാം. ഇനി എയിമിന്റെ ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ, ഒരു ഡിവൻസ് പെർസ്പെക്റ്റീവില് എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ ഓർഡർലി ആക്ടിവിറ്റി അല്ലെ. ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ പുറകിൽ കിടന്ന് പരിശ്രമിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എയിം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തണം. ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടാവണം. പഠിക്കണം, പരീക്ഷ എഴുതണം, പ്രൊജക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ആ ലക്ഷ്യത്തിലോട്ട് എത്തുന്ന പ്രോസസ്സിനെയാണ് എയിം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ലക്ഷ്യം എന്തായിരിക്കും അല്ലെ. എനിക്ക് പഠിക്കണം, ഞാനൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യുന്നു പഠിക്കാനായിട്ട്. എന്റെ ലക്ഷ്യം എന്തായിരിക്കും, എനിക്ക് ഇന്റലക്ച്വൽ, ബുദ്ധിപരമായിട്ട് എനിക്ക് അറിവ് കൂട്ടണം. മോറൽ, അതായത് മോറൽ, അതിന്റെ മോറൽ എന്താണ്, അത് പഠിച്ചുകൊണ്ട് എനിക്ക് എന്ത് ഗുണം ഉണ്ടാകും, എനിക്ക് പേഴ്സണലി എന്ത് വളർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എന്ത് നന്മ ഉണ്ടാവും എന്നുള്ള അറിവ് എനിക്ക് ഉണ്ടാവണം. പിന്നെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റണം. എനിക്ക് ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇമോഷണലി എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും, എനിക്കൊരു സ്ട്രെങ്ത് കിട്ടുമോ അല്ലെ. ഇപ്പൊ നമ്മൾ സൈക്കോളജി പോലുള്ള കോഴ്സുകൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഇമോഷണലി സ്ട്രെങ്ത് കിട്ടും. ഇങ്ങനെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഇങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ആ ഇഷ്യൂ വരുന്നത്, ഹോർമോൺ പ്രോബ്ലം കൊണ്ടാണോ, നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണോ ആ പ്രശ്നങ്ങൾ വരുന്നതെന്നൊക്കെ നമുക്കൊരു അറിവുണ്ടാവും. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് അൾട്ടിമേറ്റ്ലി
എഡ്യൂക്കേഷനിൽ നിന്നാണ്. അപ്പം എഡ്യൂക്കേഷൻ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു, നമുക്ക് കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു ഇമോഷണൽ സ്ട്രെങ്ത് കിട്ടുന്നു, അല്ലെ? ഫിസിക്കലി നമുക്കൊരു ധൈര്യം ഉണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും പബ്ലിക്കിനെ ഫേസ് ചെയ്യാനായിട്ട്, അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അല്ലെ? ഈ വക കാര്യങ്ങളിലെല്ലാം നമുക്ക് പെർട്ടിക്കുലർലി ഒരു ഡെവലപ്മെന്റ് നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നമുക്ക് തരുന്ന കാര്യമാണ്, അല്ലെ? പിന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു അറിവ് കിട്ടുവാണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുവാണ്, പിന്നെ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയാണ്, അല്ലെ? നമ്മള് ഇപ്പം ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് നല്ലത്, ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെ? സൊസൈറ്റിനോട് എങ്ങനെ പെരുമാറണം, ഫാമിലിയെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് അറിവ് നമുക്ക് ഒരു പെർട്ടിക്കുലർ എഡ്യൂക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് ടോട്ടലി നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ നമ്മൾ സ്പോർട്സിനെ കുറിച്ച് വായിക്കുകയാണെങ്കിൽ, അറിയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ചെയ്യാം, ഒരു ക്ഷമയോടെ എത്ര നേരം നിൽക്കാം, ഓടാം, അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഫിസിക്കലി സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പല പല കോഴ്സസ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കോഴ്സസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ കൈ വരുവാണ്, അല്ലെ? ഒരു ക്ഷമ, എങ്ങനെയാണ് നമുക്ക് ക്ഷമയോടെ ഇരിക്കാൻ പറ്റുന്നത്, എങ്ങനെ നമ്മുടെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ചിന്തിക്കാൻ പറ്റും, എങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും, ബ്രീത്തിങ്ങിന്റെ പല തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തൊട്ട് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടാനുള്ള എഡ്യൂക്കേഷൻ വരെ നമുക്ക് ഇന്ന് പോസിബിൾ ആണ്. അപ്പം ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് ആണ് നമ്മുടെ ബെസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടത്. നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടാനുള്ള എഡ്യൂക്കേഷൻ ആണോ വേണ്ടത്, അത് കൈവരിച്ച നമ്മൾ മൊത്തം മാറുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ അറിവ് കൂട്ടുന്ന എഡ്യൂക്കേഷൻ ആണോ നമുക്ക് വേണ്ടത്? അപ്പം എഡ്യൂക്കേഷൻ പാറ്റേൺ നമുക്ക് സെലക്ട് ചെയ്യാം ആസ് ആൻ ഇൻഡിവിജ്വൽ. ആ പാറ്റേൺ ഓഫ് സെലക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ആ പാറ്റേൺ സെലക്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. പിന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റിന് പുറമെ നമുക്കൊരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന് വേണ്ടി നമുക്ക് എഡ്യൂക്കേഷൻ പ്രോസസ്സ് സെലക്ട് ചെയ്യാം, അല്ലെ? എന്താണ് ഇൻഡിവിജ്വൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ? നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി, നമ്മുടെ ചിന്താഗതി കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ അറിവ് കൂട്ടാൻ വേണ്ടി, നമ്മുടെ ഇമാജിനേഷൻ കൂട്ടാൻ വേണ്ടി, ഇതിനൊക്കെയുള്ള കോഴ്സസ് നമുക്ക് പഠിക്കാം, അല്ലെ? മാത്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ റീസണിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്ന, നമ്മുടെ അനലിറ്റിക്കൽ നോളജ് അല്ലെങ്കിൽ ചിന്തിക്കുന്ന കഴിവ് കൂടും. സയൻസ് പഠിക്കുമ്പോൾ എക്സ്പെരിമെന്റ് ചെയ്ത് നമുക്ക് അറിവ് കൂട്ടാൻ പറ്റും, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. സോഷ്യൽ പഠിക്കുമ്പോൾ നമുക്ക് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് കൂട്ടാൻ പറ്റും, അല്ലെ? നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നു. അപ്പം ഓരോ സബ്ജക്റ്റും ചൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് മാറും. അപ്പം ഇന്റലക്ച്വൽ കൂട്ടുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ എയിമായിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് പല മേഖലകളുണ്ട്. മാത്സ്, സയൻസ്, സോഷ്യൽ, ആ മേഖലകൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ആ പെർട്ടിക്കുലർ മേഖലകളിൽ നമുക്ക് അറിവ് കൂട്ടാൻ പറ്റും. അപ്പം നമ്മുടെ പഠിക്കാനുള്ള കഴിവ്, അതായത് ഓരോ ഇൻഡിവിജ്വലിന്റെ കഴിവ് അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഇരിക്കുന്നത്. ഫിസിക്കലി വളരണമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗ അങ്ങനെയുള്ള ഫിസിക്കൽ കോഴ്സസ് എടുത്ത് അതിനെക്കുറിച്ചുള്ള അറിവ് നേടി നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ടുവരാം. അല്ല ഇന്റലക്ച്വൽ അറിവാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ പല സബ്ജക്റ്റിലൂടെ നമുക്ക് ആ നമ്മുടെ IQ ലെവല് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഇനി ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എയിം എങ്കിൽ ഒരുപാട് EOQ അല്ലെങ്കിൽ ഇമോഷണൽ മെച്യൂരിറ്റി കോഴ്സസ്, അല്ലെ? ലവ്, എംപത്തി, ആങ്കർ അങ്ങനെയുള്ള ഒത്തിരി കോഴ്സസ് ഉണ്ട്. അതായത് ഇപ്പം വയ്യാത്ത കുട്ടികളെ നോക്കുക, അത് നമുക്ക് ഇമോഷണൽ എംപത്തി അല്ലെങ്കിൽ ലവ് കൊടുക്കാൻ പറ്റും, അല്ലെ? അങ്ങനെയുള്ള കോഴ്സസ് നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കോഴ്സസിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ അപ്പം അങ്ങനെ പല തലത്തിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ, എഡ്യൂക്കേഷന്റെ ലക്ഷ്യങ്ങളിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഫിസിക്കലി ആണെങ്കിൽ അങ്ങനെ, മെന്റലി സ്ട്രെങ്ത് നേടുന്നതാണ് നമ്മുടെ എയിമെങ്കിൽ അങ്ങനെയുള്ള കോഴ്സസ് പഠിച്ച് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. ഇന്റലക്ച്വൽ ആണെങ്കിൽ ഇന്റലക്ച്വലി പഠിച്ച് അതിനുള്ള പല സബ്ജക്റ്റുകൾ അവൈലബിൾ ആണ്. ആ മേഖലകളിൽ നമുക്ക് ഒരു ഹൈ ലെവലിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പഠിച്ച് നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിന്റെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എയിമിലോട്ട് എത്തുന്നത്. ഇനി നമ്മുടെ മോറൽ ഡെവലപ്മെന്റ്, നമ്മുടെ ക്യാരക്ടർ നല്ലതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് നല്ലതാക്കാൻ വേണ്ടി നമുക്ക് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാം, അല്ലെ? ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഷേപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മൾ ഈ പുരാതനപരമായ കാര്യങ്ങൾ, ഗ്രന്ഥങ്ങള്, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി കോഴ്സസും ക്ലാസ്സുകളുണ്ട്. അവിടെ പോയിരുന്ന നമ്മുടെ ക്യാരക്ടറും ഹോണസ്റ്റി, നമ്മുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡിനൊക്കെ മാറ്റം വരും. അതൊരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതിൽ നമുക്ക് എക്സൽ ചെയ്യാം. എക്സൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ലൈഫിലും പ്രയോജനപ്പെടുത്താം. നമുക്ക് അതൊരു പ്രൊഫഷനായിട്ട് വീണ്ടും ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അൾട്ടിമേറ്റ്ലി കീ തിങ്കേഴ്സ് പറയുന്നത് എഡ്യൂക്കേഷൻ നമ്മുടെ ക്യാരക്ടറിനെ മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. അത് മാറ്റാനായിട്ട്
നമുക്ക് കാര്യങ്ങൾ ചൂസ് ചെയ്യാം. മോറലി, മെന്റലി, ഫിസിക്കലി എന്താണോ താല്പര്യം ആ പെർട്ടിക്കുലർ കാര്യങ്ങൾ അല്ലെങ്കിൽ കോഴ്സസ് നമുക്ക് ചൂസ് ചെയ്തിട്ട് ആ ഒരു എയിമിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് അല്ലെങ്കിൽ ഹോപ്പ് തരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഫോർ വൊക്കേഷൻ. എന്താണ് എഡ്യൂക്കേഷൻ ഫോർ വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ? വൊക്കേഷന്റെ അർത്ഥം എന്താണ്? വൊക്കേഷൻ മീൻസ് എന്താണ്? വൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ്സ്. എന്ത് ഡെവലപ്മെന്റ് ആണ് വൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഇൻഡിവിജ്വലിനെ പ്രിപ്പയർ ചെയ്യുവാണ് അല്ലെ, ഒരു എംപ്ലോയ് ആകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയ് ആകാൻ വേണ്ടി നമ്മൾ ഒരു വ്യക്തിയെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ ആവശ്യമായ അറിവും കഴിവും നൽകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ പ്രോസസ്സാണ് വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് വിദ്യാഭ്യാസം വെറും നമ്മുടെ പുസ്തകം കൊണ്ട് അറിവ് നൽകുന്ന അല്ലെങ്കിൽ അറിവ് നേടുന്ന ഒരു പ്രോസസ് അല്ല അല്ലെ, ജീവിക്കാനുള്ള മാർഗം നൽകുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. ഇവിടെ ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും എങ്ങനെ ഒരാളെ തൊഴിൽപരമായിട്ട് അയാളെ ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെ, വിദ്യാഭ്യാസം കൊണ്ട് ഒരാളെ എങ്ങനെ സെൽഫ് ഡെവലപ്പ് ചെയ്ത് അയാൾക്ക് ആ തൊഴിൽ ചെയ്യാനുള്ള ഒരു താല്പര്യത്തിലോട്ട് എങ്ങനെ നമുക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വൊക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആസ് ആൻ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ കഴിവുകൾ ഉണ്ടാവും അല്ലെ, പക്ഷെ ആ കഴിവ് കുറച്ചും കൂടെ മോൾഡ് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ബേസിക് ആയിട്ട് വരയ്ക്കാനും കണക്കൂട്ടാനൊക്കെ ഒരു കഴിവുണ്ടാവും, പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എവിടെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് അവർക്കൊരു അറിവുണ്ടാവത്തില്ല. ആ അറിവ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ ഫോർ വൊക്കേഷൻ. അതാണ് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കൊടുക്കുന്നത് അല്ലെ. ഒരു കുട്ടി എഞ്ചിനീയറിംഗ് ആകാനായിട്ട് പഠിക്കാനായിട്ട് കോളേജിൽ എത്തിയാൽ എങ്ങനെ ആ കുട്ടിയുടെ കഴിവ് വർദ്ധിപ്പിക്കാം അല്ലെ, കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പഠിപ്പിക്കുക, മെഷർമെന്റ് എടുക്കാൻ പഠിക്കുക, പ്രാക്ടിക്കൽ ക്ലാസ് കൊടുക്കുക അല്ലെ, ലൈവ്ഹുഡ് ക്ലാസ്സുകൾ, മീറ്റിങ്ങുകൾ കൊടുക്കുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള മാനുവലി ലേബർ അല്ലെ, അവർ ട്രെയിനിങ്ങിന് പോകുന്നു, കൺസ്ട്രക്ഷൻ കമ്പനികൾ സൂപ്പർവൈസർ ആയിട്ട് പോയി അവർക്ക് ട്രെയിനിങ് കിട്ടുന്നു, അങ്ങനെ 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 അവര് അവരുടെ ആ മേഖലയിൽ അവര് എക്സൽ ആകുന്നു അല്ലെ, അവര് സ്കിൽ ഗെയിൻ ചെയ്യുന്നു. ഒരു തിയറിറ്റിക്കൽ നോളേജ് മാത്രമായിട്ട് അവര് ആ ക്ലാസ്സിൽ ഇരിക്കുവാണെങ്കിൽ അവർക്ക് ആ നോളേജ് കിട്ടുമോ? ഇല്ല. അവരത് പഠിച്ചത് പ്രാക്ടിക്കലി അവർക്ക് ചെയ്യാനുള്ള സഹായം സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും കിട്ടി, ട്രെയിനിങ് കൊടുക്കുന്നു, ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുക്കുന്നു, സൂപ്പർവൈസറായി അവർ ഒരു കമ്പനിയിൽ പോയി നിൽക്കുന്നു, അങ്ങനെ ഒരു എഞ്ചിനീയർ ആയിട്ട് മാറുന്നു അല്ലെ. അപ്പൊ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഒരു വൊക്കേഷനായി മാറുന്നത് അയാളെ എങ്ങനെ ഒരു ലേബർ ആക്കാം അല്ലെ, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, സെൽഫ് വർത്ത് ഒക്കെ കൂട്ടി ഒരു റിയൽ എംപ്ലോയി ആക്കാം, എങ്ങനെ സൊസൈറ്റിയിൽ അയാൾക്ക് ഇറങ്ങി ജോലി ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തിയെ എങ്ങനെ പ്രാപ്തനാക്കുന്നു എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്പിരിച്വൽ ഡെവലപ്മെന്റ്. നമ്മളെല്ലാവരും കേൾക്കുന്ന വാക്കാണ് അല്ലെ സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്നാണ്. സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആത്മീയ വികസനം. ആത്മീയ വികസനം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മതപരമായിട്ടുള്ള ഒരു ചിന്താഗതിയോ അതിനെക്കുറിച്ച് പഠിക്കുന്ന പ്രോസസ്സോ ഒന്നുമല്ല അല്ലെ, നല്ല മൂല്യങ്ങൾ പാലിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ആത്മീയ നിയന്ത്രണം ഉണ്ടാവണം അല്ലെ, ആത്മീയപരമായിട്ട് ചിന്തിക്കണം, നമുക്ക് ചിന്തിക്കാൻ പറ്റണം, ക്ഷമയോടെ ചിന്തിക്കാൻ പറ്റണം, കരുണ കാണിക്കണം, സത്യസന്ധനായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്ന പ്രോസസ്സാണ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ മോഡേൺ എഡ്യൂക്കേഷൻ ഒരുപാട് സ്പിരിച്വൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്നുണ്ട് ആരും ആരോടും ലോയൽ അല്ല, സത്യസന്ധരല്ല അല്ലെ, കള്ളത്തരങ്ങള്, അഴിമതികള് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു, കുത്തുന്നു, കൊല്ലുന്നു, കൂടെ പഠിക്കുന്നവരെ ഉപദ്രവിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട് അല്ലെ, കൂടെ പഠിക്കുന്നവരെ തന്നെ ഉപദ്രവിക്കുന്നു, ചെറിയ പിള്ളേരെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു, ജോലി ചെയ്യുന്ന സ്ഥലത്ത് വഴക്ക്, ബഹളം, അവിടെ ഉപദ്രവം അല്ലെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് റിയലൈസേഷൻ ഗ്രോത്തുകളും ക്ലാസ്സുകളും ഇന്ന് കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷനിൽ. നമുക്ക് വളരാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നല്ല വശങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ഉള്ളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അല്ലെ, ഒരു ഹ്യൂമൻ വാല്യൂസിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എഡ്യൂക്കേഷനിലൂടെ കൊടുക്കുന്നതുകൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ മോറൽ സയൻസ്, കാറ്റഗറിസ് ക്ലാസ്സുകൾ ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? നമ്മുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. നല്ല കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, അത് സൊസൈറ്റിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത്. അപ്പൊ ഈ ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാവും? ഒരു സോഷ്യലൈസേഷൻ ഉണ്ടാവും അല്ലെ, ഒരു സോഷ്യൽ എയിം ഉണ്ടാവും. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമല്ല, നമുക്ക് സൊസൈറ്റിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് എവിടെ ഉണ്ടാവുന്നത്? ഈ ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റ് വഴി ഉണ്ടാവും. അപ്പൊ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ വളർച്ചയ്ക്ക് വേണ്ടിയല്ല, സൊസൈറ്റിയിൽ എങ്ങനെ നമുക്ക് ആ വാല്യൂസ് കൊണ്ടുവരാം, നമ്മുടെ ട്രഡീഷൻ കീപ്പ് ചെയ്ത് എങ്ങനെ സൊസൈറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം അല്ലെ,
സൊസൈറ്റിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ എങ്ങനെ ഒരു റെസ്പോൺസിബിൾ ഒരു ഹ്യൂമൻ ബീങ് ആവണം, അല്ലെ? ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ സൊസൈറ്റി കണ്ടിറങ്ങി ചെന്ന് നമ്മൾ ചോദിക്കുന്നില്ല, ഇവിടെ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, എന്തെങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളിൽ ഉണ്ടാവുന്ന വിദ്യാഭ്യാസം കൊണ്ടും ആ ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റ് കൊണ്ടൊക്കെയാണ് നമുക്ക് ആ തെറ്റ് ശരി മനസ്സിലാക്കാൻ പറ്റുന്നതും നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നതും, അല്ലെ? അപ്പം സൊസൈറ്റീനെ ഒരു ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും നമ്മുടെ എഡ്യൂക്കേഷനും സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഇനി എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് വേണ്ടി മാത്രമല്ല മാറ്റം ഉണ്ടാക്കുന്നത്, ഒരു എക്കണോമിക് ഡെവലപ്മെന്റും കൂടെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെ? എന്നാൽ എക്കണോമിക് ഡെവലപ്മെന്റ് മീൻസ് നമ്മുടെ സ്കില്ലും അറിവും കൊണ്ട് എവിടെയാണ് മാറ്റങ്ങൾ വരുന്നത്? സ്കില്ലും അറിവും കൊണ്ട് നമുക്ക് എവിടെ മാറ്റം വരുത്താൻ പറ്റും? എക്കണോമിക് ഡെവലപ്മെന്റ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, അല്ലെ? ഇന്നിപ്പോ AI വന്നു, ഇപ്പൊ എല്ലാവരും AI പഠിക്കുവാണ്. AI പഠിച്ചിട്ട് എവിടെയാണ് മാറ്റം കൊണ്ടുവരുന്നത്? അവര് IT ഫീൽഡിൽ മാറ്റം കൊണ്ടുവരുന്നു. അപ്പൊ പുതിയ പുതിയ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് ഇപ്പൊ തന്നെ നമ്മളിന്ന് കേട്ടു, മൈക്രോസോഫ്റ്റ് ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു, അല്ലെ? വരുമ്പത്തേനും 1.5 കോടി ജനങ്ങൾക്ക് അല്ലെങ്കിൽ 1.5 കോടി യുവ തലമുറയ്ക്കാണ് എന്ത് കിട്ടാൻ പോകുന്നത്? ജോലി കിട്ടാൻ പോകുന്നത് വരും വർഷങ്ങളിൽ. അപ്പൊ അത്രയും ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ AI പഠിക്കുന്നു, IT ഫീൽഡ് പഠിക്കുന്നു, അല്ലെ? അതിൽ എക്സൽ ആവുന്നു. ഇതൊക്കെ നമുക്ക് പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ എക്കോണമിയിൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നതും അവിടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നതും എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ പറ്റുന്നതും. അപ്പൊ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് മോഡേൺ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? അതിന് മെയിൻ കാരണം നമുക്ക് ഹ്യൂമൻ റിസോഴ്സ്, ഇന്ത്യയിലെ ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും വലിയ റിസോഴ്സ്, അല്ലെ? അതായത് സ്കിൽഡ് ആയിട്ടുള്ള ഒത്തിരി ലേബേഴ്സ് ജോലി ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അതിന് നമുക്ക് എഡ്യൂക്കേഷൻ വലിയൊരു ഉപകാരമാണ്. കാരണം എല്ലാവരും നിർബന്ധമായിട്ട് എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവുള്ള കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനുള്ള സ്കോളർഷിപ്പുകളും ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് ഒക്കെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്ത് എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു എഡ്യൂക്കേഷൻ കൊണ്ടാണ് നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് സാധിക്കുന്നത്, അല്ലെ? പിന്നെ പുതിയ പുതിയ ഓൺട്രപ്രണേഴ്സ് വരുന്നു, അല്ലെ? ഇൻവെസ്റ്റേഴ്സ് വരുന്നു, ബിസിനസ് തുടങ്ങുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെ? ലോ റേറ്റ് ലോൺ കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ പുതിയ പുതിയ കമ്പനികൾ വരുന്നു, പുതിയ പുതിയ ടെക്നോളജികൾ പഠിക്കുന്നു, ടെക്നോളജികൾ വരുന്നു, അത് നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ എക്കോണമി ഡെവലപ്പായി വരുന്നു, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരുന്നു. നമ്മൾ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പേർപ്പസ് നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എഡ്യൂക്കേഷൻ കൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തെയും എക്കണോമിക്കിലും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഒബ്വിയസ്ലി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷനും കൂടിയാണ് എഡ്യൂക്കേഷൻ, അല്ലെ? അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്, അല്ലെ? നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം പറയുന്നുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ് എങ്ങനെയാണ്, സിലബസ് ഫ്രെയിം ചെയ്യുന്നത് അവരാണ്, കരിക്കുലം മാറ്റുന്നത് അവരാണ്. അപ്പം മാറുന്ന ഇന്ത്യക്ക് അനുസരിച്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്ന പുതിയ ലോകത്തിനനുസരിച്ചാണ് നമ്മുടെ സിലബസും കാര്യങ്ങളും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റവും പൊളിറ്റിക്കൽ പാർട്ടീസ് ഫ്രെയിം ചെയ്ത് തരുന്നത്. അതൊത്തിരി നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും. ആൻഡ് അൾട്ടിമേറ്റ്ലി ലാസ്റ്റ്, എഡ്യൂക്കേഷൻ ആസ് എ ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ. നമ്മുടെ കൾച്ചറും എഡ്യൂക്കേഷൻ ഒത്തിരി മാറ്റി, അല്ലെ? നമ്മൾ ലിറ്ററലി ആർട്സ്, ബുക്സ്, ആർക്കിടെക്ചർ, അല്ലെ? നമ്മുടെ ബിലീഫ്സ്, വാല്യൂസിലൊക്കെ മാത്രമായിരുന്നു നമ്മുടെ ഒരു കൾച്ചർ നിന്നിരുന്നത്. ഇന്നിപ്പോ നമ്മുടെ ട്രഡീഷണൽ കൾച്ചർ മാറി നമ്മൾ ഫുള്ളി AI, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, വൈഫൈ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലോട്ടൊക്കെ നമ്മൾ മാറി, അല്ലെ? അപ്പൊ നമ്മുടെ ഒരു കൾച്ചർ മാറ്റാനായിട്ടും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സഹായിച്ചു. എഡ്യൂക്കേറ്റഡ് ആയി ടെക്നോളജിനെ കുറിച്ച് അറിയുന്നു, യൂട്യൂബിനെ കുറിച്ച് അറിയുന്നു, ഇന്റർനെറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയുന്നു. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റം മാറ്റാനായിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ പണ്ട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നത്, ഇന്നിപ്പോ നമുക്കൊരു ഡൗട്ട് തോന്നി നമ്മൾ ബുക്ക് നോക്കത്തില്ല, നേരെ നമ്മൾ ഇന്റർനെറ്റ് എടുത്ത് നോക്കും, AI നോക്കും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചർ സംഭവിച്ചത് എഡ്യൂക്കേഷൻ കൊണ്ടാണ്. നമ്മൾ ട്രഡീഷണലി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കൾച്ചർ മാറി, നമ്മൾ ഇന്നിപ്പോ പുതിയ പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെ? നമ്മുടെ പണ്ടത്തെ കൾച്ചർ എന്തായിരുന്നു? ബുക്ക്, പിന്നെ എന്താണ് ആർട്സ്, കൾച്ചർ, നമ്മുടെ വിശ്വാസങ്ങൾ, അല്ലെ? ആ ഒരു മെറ്റീരിയൽ നോൺ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിൽ നിന്ന് മാറി നമ്മുടെ പുതിയ കൾച്ചർ ഡിഫ്യൂഷനിലോട്ട് നമ്മൾ മാറി, അല്ലെ? ഗ്ലോബൽ ഓപ്പൺ ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രാജ്യത്തിലും പോകാം. എല്ലാ രാജ്യങ്ങളിലെ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഡ്രസ്സിംഗ് സ്റ്റൈല്, ചിന്താഗതികള്, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, ഇതെല്ലാം മാറ്റം വരാനായിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് അൾട്ടിമേറ്റ്ലി നമ്മളെ സഹായിച്ചത്. അപ്പം നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ, ആസ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് രണ്ടും എപ്പോഴും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇൻഡിവിജ്വലി വളരുമ്പോൾ സൊസൈറ്റിയും വളരുന്നു, അല്ലെ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ സൊസൈറ്റി വളരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ആസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് നമ്മൾ ഫസ്റ്റ് ആസ് എ ബിഗിനിങ് തൊട്ട് പറയുന്നതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോളേജുകളിൽ ചേരാം, ഡിസ്റ്റന്റ് ആയിട്ട് എഡ്യൂക്കേഷൻ നടത്താം, അല്ലെ?
ഒരു കുട്ടി സ്കൂളിൽ ചേർന്ന കോളേജ് ആകുമ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ തീരുന്നില്ല. നമുക്ക് അൺടിൽ നമ്മുടെ ഡെത്ത് അല്ലെ, നമ്മുടെ മരണം വരെ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷനുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരിക്കാം. പുതിയ പുതിയ കോഴ്സുകൾ വരുന്നു, പഠിക്കുന്നു, അതിനെക്കുറിച്ച് അറിവ് നേടുന്നു, നമുക്ക് ലൈഫിൽ മുന്നേറാൻ പറ്റും, മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അപ്പൊ എഡ്യൂക്കേഷൻ നമ്മുടെ വളർച്ചയ്ക്ക് ഒരു വൈറ്റൽ റോളാണ്, ഒരു ഇമ്പോർട്ടന്റ് റോൾ ആയിട്ട് പ്ലേ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ലോങ് പഠിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാം. പുതിയ ടെക്നോളജി വരുന്നു, അതിനെ കുറിച്ച് പഠിക്കുന്നു അല്ലെ. AI വരുന്നു, ഇന്നിപ്പോ AI സാധ്യതകൾ പഠിക്കുന്നു. ഇന്നിപ്പോ MBA വിത്ത് AI പുതിയ കോഴ്സുകളൊക്കെ ഇറങ്ങി തുടങ്ങി അല്ലെ. അപ്പൊ ഇതെല്ലാം എഡ്യൂക്കേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അപ്ഡേറ്റഡ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്ക് വരുന്ന പുതിയ കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിച്ച് എപ്പോ വേണമെങ്കിലും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ആ കോഴ്സുകൾ ചൂസ് ചെയ്ത് നമുക്ക് അത് പഠിക്കാനുള്ള ഫ്രീഡം എന്ന് നമുക്ക് സൊസൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിനുവേണ്ടി കരിക്കുലങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. ഗവൺമെന്റുകൾ പുതിയ സിലബസ്, കരിക്കുലങ്ങൾ, പുതിയ കോഴ്സസ് ഒക്കെ തന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട് നമുക്ക് ആ എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഡെവലപ്പ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്? അത് ഇൻഡിവിജ്വൽ അനുസരിച്ച് എഡ്യൂക്കേഷന്റെ പർപ്പസ് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ലക്ഷ്യങ്ങളിലോട്ട് എത്താനായിട്ട് പല ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. മെന്റൽ, ഫിസിക്കൽ അല്ലെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മെന്റലി ഫിസിക്കലി സ്റ്റേബിൾ ആകാനായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇന്റലക്ച്വൽ സ്റ്റേബിൾ ആയിട്ട് ആകാനുള്ള എഡ്യൂക്കേഷനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അഡോപ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കുന്ന ഒരു പർപ്പസ് ആണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് യുനെസ്കോനെ കുറിച്ചാണ്. എല്ലാവരും കേട്ട് കാണും, എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കേട്ട് കാണും. യുനെസ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് തുടങ്ങിയത് 1945 ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ സംസ്കാരം, ശാസ്ത്രം, സംസ്കാരം, ആശയവിനിമയം എന്നിങ്ങനെ കാര്യങ്ങളിലൂടെ ലോകത്തില് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് യുനെസ്കോ എന്ന് പറഞ്ഞൊരു ഫോം രൂപീകരിച്ചേക്കുന്നത് അല്ലെ. ഇവിടെ സംഭവിക്കുന്നത് എല്ലാ ആളുകളും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കണം, എല്ലാവരും സാക്ഷരത കൈവരിക്കണം, അധ്യാപക പരിശീലനം, വിദ്യാഭ്യാസ നയങ്ങള് രൂപീകരിക്കപ്പെടുക, ഇതൊക്കെയാണ് യുനെസ്കോയുടെ മെയിൻ ലക്ഷ്യങ്ങൾ. യുനെസ്കോ കൊണ്ടുവന്നത് തന്നെ 1945 കൊണ്ടുവന്നത്. യുനെസ്കോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണം, ടീച്ചേഴ്സിന് കറക്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന, മാറുന്ന പുതിയ ടെക്നോളജികൾ ടീച്ചേഴ്സ് പഠിച്ചാലല്ലേ കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കണം, എല്ലാവർക്കും ഒരു വിദ്യാഭ്യാസം കിട്ടണം, പഠിക്കാൻ ബാക്ക്വേർഡ്, അതായത് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരിക, എല്ലാ വില്ലേജ് ഏരിയകളിലും റൂറൽ ഏരിയകളിലും സ്കൂളുകളും കോളേജും കൊണ്ടുവന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോട്ട് വരുവാണെങ്കിൽ യുനെസ്കോ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. യുനെസ്കോനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം യുനെസ്കോനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോൾ രൂപീകരിച്ചു, അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ എയിം എന്താണ്, യുനെസ്കോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതണം. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എൻലിസ്റ്റ് ആൻഡ് ഇലാബറേറ്റ് വേരിയസ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എയിം അല്ലെ. നമ്മൾ പഠിക്കുന്ന എന്തിനാണ്, നമ്മുടെ എയിം എന്താണ്, സോഷ്യൽ എയിം എന്താണ്, ആ എയിം കൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുന്നത്, നമ്മുടെ നാഷണൽ പോളിസീസിനെ കുറിച്ച് എഴുതുക, ഇത്രയും കാര്യങ്ങൾ എഴുതുക. മെയിൻ ആയിട്ടും യുനെസ്കോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പിന്നെ നാഷണൽ പോളിസി 2000 ചോദിക്കാം, പിന്നെ ഈ എയിംസ് ചോദിക്കാം, സോഷ്യൽ എയിം ഇൻഡിവിജ്വൽ എയിം തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു കൊളാബറേഷൻ, അതുകൊണ്ട് സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെ മാറ്റം വരും, ഒരു ഇൻഡിവിജ്വൽ എയിം എങ്ങനെയാണ്, ഒരു ഇൻഡിവിജ്വൽ എയിം ഉണ്ടെങ്കിൽ അല്ലേ സൊസൈറ്റിയിൽ മാറ്റം വരുള്ളൂ അല്ലെ. ഇൻഡിവിജ്വൽ എയിം നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മുടെ പേർപ്പസ് അനുസരിച്ച് ഇൻഡിവിജ്വൽ എയിം മാറും. മെന്റലി ഫിസിക്കലി ഇന്റലക്ച്വലി നമുക്ക് ഇൻഡിവിജ്വൽ എയിം സെലക്ട് ചെയ്യാം. ആ എയിം സോഷ്യലി ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങളും ഇന്റർറിലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.